അങ്ങനെ മൈസൂർ പാലസിൻ്റെ ലൈറ്റിംഗ് വിസ്മയമൊന്നും കാണാൻ പറ്റാത്ത ഞങ്ങളുടെ വിഷമം അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു ദസറ ഗ്രൗണ്ടും ഈ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ണിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇവിടെ വന്ന് നോക്കിയ സമയത്തായിരുന്നു ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ഒരു ഷോ നടക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്താണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം ഞാൻ ഈ കാര്യം ഇവിടെ വന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. സത്യം പറഞ്ഞാൽ എവിടെ കഥ അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു കേട്ടോ 1 2 3 എന്നും പറഞ്ഞിട്ടൊരു നമ്പർ, അതായത് ഒരു കൗണ്ട് ഇങ്ങനെ മൂവ് ഓൺ ആവുന്നത് കണ്ടത്. ആ ഒരു കൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ചയിലേക്ക് ഞങ്ങൾ എത്തുന്നത് തന്നെ. ഇവിടെ വന്ന സമയത്താണ് വെള്ളവും ലൈറ്റും രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള ഈ ഒരു വിസ്മയം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് മൈസൂർ പാലസിൻ്റെ ലൈറ്റും വിസ്മയവും കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷവുമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ മൈസൂർ പാലസിൻ്റെ ആ ഒരു കാഴ്ചയും അല്ലെങ്കിൽ മൈസൂർ ദസറ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു സമാധാനമായത്. എന്നാലും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതിന് സങ്കടം ബാക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാര്യമായിട്ട് തന്നെ കാണണമെന്നുണ്ട്.